രാഹുൽ ഇപ്പോൾ 2018 മാത്യുവിനെ അവിടെ നിന്ന് കാണാതാവുന്നത്. അന്ന് ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ അദ്ദേഹം നെടുങ്കണ്ടം വരെ എത്തി, പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടില്ല. ആ നിലയിൽ അന്ന് പോലീസിൻ്റെ ഒരു നിഗമനം എന്തായിരുന്നു ഈ മാത്യുവിൻ്റെ തിരോധാനം സംബന്ധിച്ച്? അന്ന് ഇത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നോ? അമല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്ന് അന്വേഷണം കാര്യക്ഷമമല്ലായിരുന്നു എന്നുള്ളൊരു ആരോപണം നാട്ടുകാർ ഇടയ്ക്ക് ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്നും അന്വേഷണം പരാതി കൊടുത്തത് ഈ സജിയുടെ സഹോദരി സിനിയാണ്. ആ ഘട്ടത്തിലും അന്ന് ഈ മുൻപ് മരിച്ചുപോയ മേരിക്കുട്ടി, അതായത് സജിയുടെ മാതാവോ അല്ലെങ്കിൽ സഹോദരൻ റജിയോ അവരോട് സഹകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ സജി ഒട്ടും സഹകരിച്ചിരുന്നില്ല. കേസ് കൊടുക്കാൻ പോകാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ പോകാനോ ഒന്നും ഒരു തരത്തിലും സജി മുന്നിട്ടിറങ്ങിയിരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പിന്നീട് അത് ആ കേസ് കൂടുതൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ വന്നതുകൊണ്ടും, അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വലിയ ഒരു സമ്മർദ്ദം പോലീസിന് ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കാം ആ കേസ് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അന്ന് കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചില്ല. പിന്നീട് ഈ ഒരു ഇരട്ടക്കൊലപാതകം നടന്നതിന് ശേഷമാണ് ഈ തിരോധാനത്തിലും ചില ദുരൂഹതകളുണ്ട്, ചില സംശയങ്ങൾ ബന്ധുക്കൾക്കുണ്ട്, നാട്ടുകാർക്കുണ്ട് എന്നുള്ള വാദം പുറത്തേക്ക് വരുന്നത്. അതേ തുടർന്നാണ് നെടുങ്കണ്ടം പോലീസ് അന്നത്തെ 2018 രജിസ്റ്റർ ചെയ്ത ആ കേസിലും പുനരന്വേഷണം നടത്തിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയത്. നിലവിൽ കഴിഞ്ഞ ദിവസം ഈ സജിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് സജിയെ ഈ മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയാണ് ഇപ്പോൾ എന്തായാലും ഈ തെളിവെടുപ്പ് നടത്തുന്നത്. കട്ടപ്പന ഡിവൈഎസ്പി VT ഷാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഘട്ടത്തിലും ഈ സജി ഈ മാത്യുവിനെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം മൊഴിയായിട്ട് നൽകുകയോ അല്ലെങ്കിൽ ആ ഒരു കുറ്റം ഏൽക്കുകയോ അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ പോലീസിന്റെ സംശയങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിശോധനയും അന്വേഷണവുമാണ്. അതിൽ സജിയിൽ നിന്ന് തന്നെ ലഭിച്ച ചില സൂചനകൾ വെച്ച് മാത്രമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയും ഇവിടെ ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ദുരൂഹത തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ സജിയും സഹോദരൻ റജിയും അമ്മയും 2018 ശേഷം ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നവർ. ഈ നാട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുമായിട്ടോ ഒന്നും പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന ആളുകളല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സജിയുടെ ഒരു സഹോദരനുണ്ട് സിനി, അവരുമായിട്ട് പോലും വലിയ അടുപ്പത്തിലേക്ക് ഈ അമ്മയെയും മൂത്ത സഹോദരനെയും കൊണ്ടുചെന്ന് എത്തിച്ചിട്ടില്ല സജി എന്നുള്ളതാണ് അവർ തന്നെ പരാതിയായി പറയുകയും ചെയ്തിട്ടുള്ളത്. അവരെ ഈ വീട്ടിലേക്ക് വരുന്നതിനുൾപ്പെടെ ചില തടസ്സങ്ങൾ ഉൾപ്പെടെ സജി പറയുകയും ചെയ്തിരുന്നു. മറ്റാളുകൾ ഈ വീട്ടിലേക്ക് വരുന്നത് എതിർത്തിരുന്നു സജി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ദുരൂഹത ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ സജി ഒരു ക്രൂരനായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള രീതിയിൽ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സഹോദരനെ കൊലപ്പെടുത്തുന്നതിനിടയിൽ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തുന്നത്, ഷാൾ ഇട്ട് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തുന്നത്. പിന്നീട് ഇത് തടയാനെത്തിയ അമ്മയെ മുഖത്തിനിട്ടിടിച്ച് പലതവണ ഭിത്തിയിലേക്ക് ചേർത്ത് ഇടിച്ച് കൊലപ്പെടുത്തി, ഷൂ ഇട്ട കാലുകൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊലപാതകം നടത്തുന്നു. അതിനുശേഷം 2 ദിവസം ഈ അമ്മയുടെയും സഹോദരന്റെയും മൃതദേഹങ്ങൾ വീടിന് ചായ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുകയായിരുന്നു, പച്ച നെറ്റിൽ പൊതിഞ്ഞു സൂക്ഷിക്കുകയായിരുന്നു. 3-ാം ദിവസമാണ് ആ മൃതദേഹം മറവ് ചെയ്യാൻ ഉൾപ്പെടെ ഈ സജി തയ്യാറായത്. മാത്രമല്ല, വീടിനോട് ചേർന്ന് തന്നെ ഒരു പ്രദേശത്ത് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടത്തെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇരട്ടക്കൊലപാതകങ്ങൾക്കൊപ്പം തന്നെ അതിനു മുന്നേ തന്നെ സ്വന്തം പിതാവിനെയും സജി കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ചില സംശയങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. പോലീസ് അത്തരത്തിൽ നടത്തിയ ഈ തെളിവെടുപ്പിലാണ് മനുഷ്യന്റെ തോന്നിക്കുന്ന ഒരു അസ്ഥിയും ഷർട്ടിന്റെ ഭാഗവും ഒക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.